ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിത്രയ്ക്ക് സാരി ഉടുക്കാൻ അറിയില്ല. മീനുവും അതുപോലെ തന്നെ ഗോമതിയും കൂടെ പടി 18 നോക്കിയിട്ടും നടന്നിട്ടില്ല ഇതുവരെ മിത്രയെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ. ലാസ്റ്റ് ഗതി കേട്ട് കഴിഞ്ഞപ്പോൾ മീനു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ ആര്യനോട് പറയാൻ. അയ്യേ, എന്തിനാ അയ്യേന്ന് വെക്കണേ, അവനോട് പറ, അവനല്ലേ സാരി വാങ്ങിച്ചെന്ന്, നീ ചെന്ന് പറ എന്നും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ മിത്രയെ ആര്യൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. അതെ, ഇങ്ങനെ നിൽക്കുമ്പോൾ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ അങ്ങ് കട്ടാക്കി. അപ്പോഴേക്കും ആര്യൻ മിത്രയുടെ അടുത്തേക്ക് വന്നു. വെച്ചിരുന്ന സാധനം എവിടെയാണെന്നും ചോദിച്ചു. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു, സെറ്റിയുടെ മുകളിൽ ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞിങ്ങനെ മിത്ര. അപ്പോൾ ആര്യൻ അങ്ങ് പോകുമ്പോൾ, അതെ ആര്യ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് കോളേജിലെ സാരിയുടെ ആണല്ലോ, അതിനാണല്ലോ ഞാൻ സാരി വാങ്ങി തന്നത്. പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലെന്ന് മിത്ര. ആകെ ഉടുത്തത് അന്ന് വിവാഹത്തിൻ്റെ അന്നാ. അത് മീനാക്ഷി ചേച്ചി അപ്പച്ചി ചേച്ചിയും കൂടി എനിക്ക് ഉടുത്തു തന്നത്. അതിനിപ്പോൾ ഞാനെന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് പിന്നെ നീ കാര്യം എന്താണെന്ന് വെച്ച് പറ മിത്ര, നിന്ന് വട്ടം കളിക്കാതെ എന്ന് ആര്യൻ അന്നേരം പറഞ്ഞു. മീനാക്ഷി ചേച്ചി ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തായിരുന്നേ, പക്ഷേ ഫോണിലൂടെ ഒന്നും ശരിയാവുന്നില്ല, എനിക്കൊന്നും പിടി കിട്ടുന്നില്ലെന്ന് മിത്ര. അപ്പോൾ മീനാക്ഷി ചേച്ചി എന്നോട് പറഞ്ഞത്, പേട്ടത്തെ എന്താ എന്നോട് പറഞ്ഞ്, അത് പിന്നെ ആര്യനോട് പറയാൻ പറഞ്ഞു. എന്തോന്ന്? അല്ല, സാരി ഉടുപ്പിച്ച് തരാനായിട്ടേ ആര്യനോട് പറയാൻ പറഞ്ഞു. ഞാൻ സാരി ഉടുപ്പിച്ച് തരാനോ? എങ്കിലേ നീ ഇന്ന് കോളേജിൽ പോകണ്ട, നീ വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി. ഇത് തിരിച്ച് ഒരു കാര്യം ചെയ്യേ, ഇത് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കാശില്ലാത്തപ്പോൾ ഞാനിതൊക്കെ മേടിച്ചു തന്നതെന്ന് ആരും ചോദിച്ചു. അതിന് എനിക്ക് ഉടുക്കാൻ അറിയില്ലല്ലോ, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? ആര്യനാണെങ്കിൽ എന്നെ ഒന്നും സഹായിക്കുകയും ചെയ്യില്ല. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും? പെട്ടെന്ന് മിത്ര അങ്ങ് പോകുമ്പം നിൽക്കി നീ ഇത് മനഃപൂർവ്വം പറയുന്നതല്ലേ അറിയില്ല എന്ന്. അയ്യോ, സത്യമായിട്ട് എനിക്ക് അറിയില്ല ആര്യ, സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നെ, വല്ലാത്ത തലവേദന ആയല്ലോ എന്നും പറഞ്ഞ് ആര്യൻ, ശരിങ്ങ താ എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ ആ സാരി മേടിച്ചത് നമ്മുടെ മിത്രയ്ക്ക് ഉടുപ്പിച്ച് കൊടുക്കുക. അങ്ങനെ സാരി ഉടുപ്പിച്ച് നല്ല സൂപ്പറായിട്ട് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞ് ആര്യൻ അങ്ങ് പോയി. മിത്ര ഇങ്ങനെ നോക്കുവാണ്. ഈ മിത്ര വരെ അന്തം വിട്ടുപോയി ആര്യനെ ഉടുപ്പിച്ച സാരി കണ്ടിട്ട്. അത്ര മനോഹരമായിട്ടാണ് ആര്യൻ ഉടുപ്പിച്ചത്. അത് കഴിഞ്ഞ് ആര്യൻ അങ്ങ് പോയി. പിന്നെ മിത്രയെ കാണാനായിട്ട് തിരിച്ചു വന്നു. അന്നേരം കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന മിത്രയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആര്യന് ഒത്തിരി സന്തോഷമായി. പക്ഷെ ആര്യനത് പുറത്ത് കാണിച്ചില്ല കേട്ടോ, ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും നമ്മുടെ മിത്രയുടെ സാരി ഉടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ബാലനെയാണ്. ബാലൻ ഗോമതിയെ വിളിച്ച് മുറിക്കകത്തേക്ക് കയറി വരുമ്പോൾ ഗോമതി ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. ബാലേട്ടാ, എന്താ? സോറി ഏട്ടാ. എന്തിനാ നീ സോറി പറയണേ? അല്ല, ഞാൻ ഒരു കാര്യമില്ലാതെ വെറുതെ ബാലനോട് തർക്കിച്ചില്ലേ, അതിന് വേണ്ടിയിട്ടാണെന്ന് ഗോമതി പറഞ്ഞു. ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ ആകെ വിഷമത്തിലായി പോയതുകൊണ്ടാണ് ബാലേട്ടാന്ന് ഗോമതി പറയുക. ഇന്ന് രാവിലെ അച്യുതേട്ടനോട് വഴക്കുപോലെ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് പേടി തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. പിന്നെ ആര്യൻ്റെ കാര്യം എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ പറഞ്ഞത് മുതൽ മനസ്സിലൊരു വെപ്രാളമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി പറയാം. അതാ ഒരു ചെറിയ കാര്യം വരുമ്പോൾ പോലും ഞാൻ അത് ശ്രദ്ധിക്കുന്നതും അതിനു വേണ്ടി പ്രതികരിക്കുന്നതും. ശരി, എല്ലാം പോട്ടെ അല്ലേ? ശരി എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്ന് ചിരിച്ചോണ്ട് പറ ബാലേട്ടാ. ശരി, അതെ എല്ലാം പോട്ടെ, നീ പറഞ്ഞു തന്നെ ശരിയെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ ഇരിക്കാം. ആ സമയത്ത് ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലനും ഗോമതിയും നല്ല ഹാപ്പിയായി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോമതിയുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് താഴെ പോയി. പെട്ടെന്ന് മീനു ഓടി വന്നു. അയ്യോ, എന്താമ്മേ പറ്റി, എന്ത് ശബ്ദം കേട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ചായക്കപ്പ് താഴെ പോയതാണെന്ന് ബാലൻ അന്നേരം ഇവരോട് പറഞ്ഞു. അപ്പോൾ മീനു, അത് മൊത്തം പൊട്ടിപ്പോയല്ലോ, ഞാനിത് വൃത്തിയാക്കാം എന്ന് പറഞ്ഞു മീനു. അപ്പോൾ ഗോമതി ഇങ്ങനെ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുക. അല്ല, അമ്മ എന്താ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മോളെ, ഇത് എന്തോ ഒന്നിൻ്റെ സൂചന പോലെ എനിക്ക് തോന്നുന്നത് എന്ന് ഗോമതി പറയുമ്പോൾ, സൂചനയോ? എന്ത് സൂചന? നീ എന്തൊക്കെയാ പറയുന്നേ? പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഗ്ലാസ് പൊട്ടുക, അത് നല്ല സൂചനയല്ല. ഈശ്വരാ, ഇത് ഗ്ലാസ് പൊട്ടുന്നത് സ്വാഭാവികമല്ലേ, അതും ശകുനായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ഗോമതി എന്ന് പറഞ്ഞപ്പോൾ, അല്ലെന്നേ, ആ സിദ്ധം പറഞ്ഞതാ എന്തോ ഒരു ആപത്ത് വരുന്നുണ്ടെന്ന്. അപ്പം അമ്മേ, അച്ഛൻ പറഞ്ഞത് ശരിയായ കാര്യം. ഗ്ലാസ് താഴെ വീണാൽ അത് പൊട്ടും, അതിനമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതല്ല മോളെ, നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. അന്ന് അമ്പലത്തിൽ വെച്ചാൽ സിദ്ധം പറഞ്ഞ കാര്യം നീ ഓർക്കുന്നില്ലേ? ബാലേട്ടൻ ഇപ്പോൾ പോകണ്ട ബാലേട്ട, കുറച്ച് നേരം ഇവിടെ ഇരിക്കും ബാലേട്ട, എന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു ഗോമതി, നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വെറുതെ ഇങ്ങനെ കിടന്ന പ്രശ്നം ഉണ്ടാക്കാതെ മോളെ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ബാലൻ അങ്ങ് ഇറങ്ങുമ്പോഴേക്കും, അച്ഛാ ഞാൻ വേറെ ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മീനു ഇങ്ങനെ പറയുമ്പോൾ, അയ്യോ എൻ്റെ പൊന്നെ, മീനു പുറകെ നിന്ന് വിളിച്ചു. ഇതെന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു ഗോമതി കിടന്ന് ഇങ്ങനെ വെപ്രാളം കൂട്ടുക.
അവൻ ചായ വേണമെന്ന് ചോദിക്കുന്നത് ഇവിടുന്ന് വിളിച്ചു ചോദിക്കാനല്ലേ പറ്റുമോ, മുന്നിൽ കയറി നിന്ന് പറയാൻ പറ്റുമോ എന്ന് മീനു ചോദിച്ചപ്പം മോളെ എനിക്ക് ചായ വേണ്ട, ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അങ്ങ് പോകുന്നു. ഈ സമയത്ത് മീനു പറഞ്ഞതും അതുപോലെ ചായക്കപ്പ് താഴെ വീണതും എല്ലാം കൂടെ തലയ്ക്ക് മീതെ കയറി ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് നമ്മുടെ ഗോമതി ഇങ്ങനെ നിന്ന് കരഞ്ഞും സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് മീനു ഇത് എന്താ അമ്മ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. ദേ എന്തോ ഒരാപത്ത് വരാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അച്യുതനും മോനും കൂടി സംസാരിക്കുന്നു. അപ്പോൾ മകൻ അച്ഛനോട് ചോദിക്കുവാണ്, അച്ഛൻ എന്തിനാ അയാൾ പറഞ്ഞതെല്ലാം കേട്ടോണ്ട് നിന്നത് എന്ന് ചോദിച്ച്. അതുമല്ല, പതിവില്ലാത്തൊരു സന്തോഷമാണല്ലോ അയാൾക്ക്. എന്താ അച്ഛാ, എന്താ കാര്യം? അണയാൻ പോകുന്ന തീ ആളിക്കത്തും, അത്രയേ ഉള്ളൂ എന്ന് ഈ അച്യുതൻ മകനോട് പറയുക. അവൻ്റെ സന്തോഷമൊക്കെ സങ്കടമായി മാറാൻ പോവുക. ഒരു പണി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്തു വെച്ചാ, എങ്ങനെയാ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? എന്ത് പണിയാ പറയച്ചാ എന്ന് പറയുമ്പോഴും അതെന്താണെന്ന് വൈകാതെ നിനക്ക് കാണാം, കണ്ടു മനസ്സിലാക്കിയാൽ മതി എന്ന് അച്യുതൻ പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നതേ നമ്മുടെ ആര്യനും മിത്രയും കൂടി ചേർന്ന് കോളേജിൽ പോകുക. വണ്ടിയിൽ കയറാൻ നേരത്ത് നമ്മുടെ മിത്രയോട് വേഗം വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു ആര്യ. ഈ സാരിയും ബാഗും ഒക്കെ ആയിട്ട് ഞാൻ കംഫർട്ട് ആവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലേ ബാഗിങ് ഇതാ, ഇന്ന് നീ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാൻ പറഞ്ഞു. അതല്ല ആര്യ, എനിക്കൊന്ന് നേരത്തെ എത്തണം എന്ന് പറയുമ്പോൾ അതിന് ഞാനെന്ത് ചെയ്യാനാണ് മിത്രേ, നീ എന്താ ഇങ്ങനെയെന്നൊക്കെ ആര്യം ചോദിച്ചു. ആര്യ, ഈ സാരിയും ബാഗും ഒക്കെ തൂക്കിയേ ഇതിന് മുകളിലിരുന്ന് ഞാൻ വീണു പോകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്ക് എന്ന് മിത്ര പറയുമ്പോൾ ആര്യ ആകെ ധർമ്മസങ്കടത്തിലേ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞു ആര്. വേണമെങ്കിൽ നീ എൻ്റെ ഷോൾഡറിലൊന്ന് പിടിച്ചോളാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ആരും പറഞ്ഞതുപോലെ ഞാൻ ഓട്ടോ പിടിച്ച് പൊക്കോളാം, ആരും പോയിക്കോളാൻ പറഞ്ഞു മിത്ര. ഇപ്പം എന്തൊരു ഗതികേടാ ഇതെന്ന് ആര്യനെ. ശരി കയറ, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അല്ല, ആര്യന് ദേഷ്യമാണ് വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ എങ്ങനെയാന്ന് വെച്ചിരുന്നോളാം, കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മിത്രയെ വണ്ടിയിൽ കയറ്റി. അതിനുശേഷം മിത്ര കയറിയതും ആര്യൻ്റെ തോളയിൽ കൈവച്ചു. അതിനുശേഷം ആര്യൻ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുക. രണ്ടുപേരുടെയും ഒരു കുഞ്ഞു പ്രണയം, അതിനൊരു തിരി കൊളുത്തിയ ഒരു സിറ്റുവേഷനിലൂടെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുക കേട്ടോ. പിന്നെ ഒരു പാട്ടിലൂടെ അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പ്രണയവും അവരുടെ രണ്ടുപേരുടെയും സ്വകാര്യതയും ഒക്കെ ഇങ്ങനെ ഒരുപാട് പല ഇതിലിങ്ങനെ കാണിക്കുക. അങ്ങനെ ആര്യ മിത്ര ആ ഒരു വലിയ തീക്കുമ്പള ഇങ്ങനെ പൊട്ടി ചുങ്ങി വന്നുകൊണ്ടിരിക്കുക. എന്തായാലും ആര്യയും മിത്രനും കൂടി കോളേജിലേക്ക് വന്ന സമയത്ത് മിത്ര ഇങ്ങനെ വണ്ടിയെ തന്നെ പിടിച്ചിരിക്കുക. നീ ഇറങ്ങുന്നില്ലേ എന്ന് ആര്യൻ എന്തായാലും ചോദിച്ചു. മിത്ര അന്നേരം വേറെ ഏതോ ലോകത്തായിരുന്നു, ആര്യനെ പറ്റി ആലോചിച്ചിട്ടേ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര വേഗം ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആര്യൻ മിത്ര മൈൻഡ് പോലും ചെയ്യുന്നില്ലേ. മിത്ര ഇങ്ങനെ ആര്യനെ തന്നെ നോക്കി നിൽക്കപ്പോൾ മിത്രയുടെ കയ്യിൽ നിന്ന് ബാഗും മേടിച്ച് ആര്യൻ ഇങ്ങനെ മിത്രയെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകാൻ നോക്കുക. ഈ സമയത്ത് പോകാറായപ്പോൾ ആര്യൻ മിത്രയെ ഒന്ന് നോക്കി. അപ്പോൾ അതെ, ഹലോ പോണില്ലേ എന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ശരി ചെല്ലാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ മിത്രയെ ആര്യൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. മിത്ര സന്തോഷത്തോടെ ഇങ്ങനെ പോണം. മിത്ര തിരിഞ്ഞു നോക്കി ആര്യനെ നോക്കിക്കൊണ്ടാ പോണേ. ആര്യനാണെങ്കിൽ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. ആ രീതിയിൽ കാണിച്ചിട്ട് ആര്യൻ അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻ ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ചു വരും. അപ്പോൾ രണ്ട് പിള്ളേർ കാർ ഓടിച്ചുകൊണ്ട് വന്ന് മനഃപൂർവ്വം ബാലൻ്റെ വണ്ടിയിലേക്ക് തട്ടിയപ്പോഴത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ വണ്ടി ഓഫ് ചെയ്ത് അവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ചെറുക്കന്മാരിറങ്ങി വന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ നോക്കുക. ബാലൻ്റെ വണ്ടി നോക്കുക. അപ്പോൾ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ബാലനോട് ചൂടാവുന്ന ചെറുക്കൻ. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, മോനെ നീയല്ലേ എൻ്റെ ബൈക്കിൽ കൊണ്ട് തട്ടിയെന്ന്? അത് ശരി, വല്ലയിടത്തും വായി നോക്കി വണ്ടി ഓടിച്ചിട്ട് കുറ്റം എൻ്റെ തലയിൽ കൊണ്ട് നോക്കുന്നോടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരൻ മഴക്കുണ്ടാക്കുക. മോനെ നിനക്ക് എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ, വയസ്സിന് മൂത്തവരോട് കുറച്ച് മര്യാദയ്ക്കൊക്കെ സംസാരിച്ചോടെന്ന് ചോദിച്ചു. ഇല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യൂടോ എന്ന് ചോദിച്ചിട്ടുണ്ടായി ഈ ചെറുക്കന്മാർ. അപ്പം മോൻ പോകാൻ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ആര്യൻ അതുവഴി വരുന്നത്. ആര്യൻ നോക്കുമ്പോൾ ബാലനെ അവന്മാരെടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക. ആ സമയം ആര്യൻ ഇതെല്ലാം അപ്പുറം മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. കണ്ണ് കാണാൻ മേലെങ്കിലേ വണ്ടി വീട്ടിൽ വെച്ചിട്ട് നടന്നു പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ബാലനോട് ആ ചെറുക്കന്മാർ വളരെ മോശമായി തന്നെ പെരുമാറുക. അപ്പോൾ നീ മിണ്ടാടിരിയടാ ചേട്ടൻ പോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ കൂടെയുള്ളൊരു ചെറുപ്പക്കാരൻ ഈ ഒച്ച ഉണ്ടാക്കിയവനെ ഒന്നതാക്കിയിട്ട് ബാലനോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ബാലൻ എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക. ബാലന് ഭയങ്കര വിഷമമായിട്ടോ. ആ സമയത്താണ് നമ്മുടെ ആര്യൻ ഈ ചെറുക്കന്മാരുടെ അടുത്തേക്ക് വരുന്നു. ബാലൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ഇങ്ങ് വന്നു. ഇവന്മാർ ഡോറ് തുറന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും കാലുകൊണ്ട് ചവിട്ടി നമ്മുടെ ആര്യൻ അവന്മാരുടെ കാറിൻ്റെ ഡോർ അടച്ചു. കാല് മാറ്റടോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നിൽക്കുമ്പോൾ ആര്യൻ അവന്മാരുടെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു കിട്ടോ. ആരെയാടാ നീ ആക്ഷേപിച്ചേ എന്നും ചോദിച്ചു. അപ്പം നീ ആരാടാ? അപ്പം
ആ പോയ ഗോമതി സ്റ്റോർ ബാലൻ്റെ മോനാടാ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം അതെ ഇത് ദേവസാറിൻ്റെ മോനാ എന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നീ ആരാടാ എന്ന് ആര്യൻ ഇങ്ങനെ ചോദിച്ചു. ആരുടെ മോനായാലും എന്താ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ ഇടികൊള്ളും നീ എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ബ്രോ വിട്ടുകളയാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എടാ നിന്നെക്കൊണ്ട് ഞാൻ ഉത്തരം പറയിച്ചില്ലെങ്കിൽ നീ കണ്ടോടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരെണ്ണം നമ്മുടെ ആര്യനങ്ങ് കൊടുത്തു. അവന്മാരങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ബാലനെ ആ ഒരു ഇതിൽ നിന്ന് നമ്മുടെ ആര്യൻ തന്നെ രക്ഷിച്ചു. ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു, ആര്യനായിട്ട് അത് വലിയ വലിയ പ്രശ്നങ്ങളാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏതോ വലിയൊരാളുടെ മകനെയാണ് ഇപ്പോൾ ആര്യൻ തല്ലി വിട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ സംഭവിക്കുമോ എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഗോമതി പേടിച്ചതിൻ്റെ ഫലം എന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ആര്യൻ്റെ കൂട്ടുകാരൻ അവിടെ ഇങ്ങനെ ആര്യനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴേക്കും ആര്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ എന്താടാ നീ വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം എടാ അതെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ചെന്നിട്ട് വരുന്ന വഴിയിൽ ചെറിയൊരു ഇഷ്യൂ. എന്ത് പ്രശ്നമാടാ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു ഇഷ്യൂ ആടാ. എന്താ കാര്യം എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ അച്ഛനെ 2 പിള്ളേർ പൊതുസ്ഥലത്ത് വെച്ച് ആക്ഷേപിച്ചു. ഞാൻ അതിന് പ്രതികരിച്ചു. അവന്മാർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നിയതെന്നൊക്കെ ആര്യൻ ഇങ്ങനെ പറയാം. അപ്പം ഞാൻ അതിലൊന്ന് ഇടപെട്ടു എന്ന് പറയുമ്പോൾ എടാ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എടാ നിനക്ക് ബാങ്ക് മാനേജർമാർ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്താടാ കാര്യം? എടാ അത് പിന്നെ ഒരു ലോൺ എടുക്കുന്നതിന് വല്ല മാർഗം ഉണ്ടോ എന്ന് അറിയാനാണെന്ന് പറയുമ്പോൾ ഇപ്പം എന്തിനാടാ ലോൺ? എന്താ കാര്യം? അത് പിന്നെ മിത്രയ്ക്ക് വേണ്ടി തന്നെയാണെന്ന് പറഞ്ഞു. അവൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്. അവളെ IAS കോച്ചിങ്ങിന് അയക്കണം എന്ന കാര്യം നമ്മുടെ ആര്യൻ അന്നേരം പറഞ്ഞു കേട്ടോ. ഇപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം കോച്ചിങ്ങിനും പോകണം. അതുകൊണ്ടാണ് അവളുടെ വീട്ടുകാർക്കേ അവളെ IAS ആക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അവൾക്കും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ അവളെ ഒരു പടികുഴിയിലേക്ക് കൊണ്ട് തള്ളിക്കളഞ്ഞു എന്ന് വീട്ടുകാർക്ക് ഒരിക്കലും തോന്നരുത്. അവളെ IAS ആക്കണം എന്ന് നമ്മുടെ ആര്യം പറഞ്ഞു, പഠിപ്പിക്കണമെന്നൊക്കെ. വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല ചിലവല്ലേടാ, അതിന് ഒരു ലോൺ വേണം. അത്രയ്ക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള ബാങ്ക് മാനേജറൊന്നും എനിക്കില്ലടാ. പിന്നെ ഈ ഒരു പഠിത്തത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിനക്കത് അച്ഛനോട് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഞാൻ അച്ഛനോടും അമ്മയോടൊന്നും ഇതിനെപ്പറ്റി പറയില്ല. വീട്ടിലാണെങ്കിൽ തന്നെ എത്രമാത്രം ചിലവും കാര്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ അച്ഛൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ലടാ. അച്ഛൻ്റെ ഒറ്റ വരുമാനം വെച്ച് ഞങ്ങൾ 5 പേരെയും അച്ഛൻ എങ്ങനെ വളർത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുക. അച്ഛനൊരു സിനിമയ്ക്ക് പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹോട്ടലിൽ കയറാറില്ല. ഉല്ലാസയാത്രയ്ക്കോ കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോവുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാടാ ജീവിച്ചത്. എനിക്ക് തോന്നുന്നത് എല്ലാ പൈസയും ശേഖരിച്ചു വെച്ചത് തന്നെ ആയിരിക്കും എന്നാണെന്നൊക്കെ പറഞ്ഞു. 5 മക്കൾ, അമ്മ, അച്ഛൻ, 7 പേർക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും മാത്രം കൂടിയാണെങ്കിൽ കൂടി കാശ് എത്ര വേണോടാ എന്നൊക്കെ നമ്മുടെ ആര്യൻ ഇങ്ങനെ ചോദിക്കുക. ഇതൊക്കെ കേട്ടപ്പം അല്ല അപ്പോൾ പിന്നെ നിനക്കെന്തിനാ അങ്കിളിനോട് ഇത്ര ദേഷ്യം എന്നിങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാരനോട് അങ്ങനെ ദേഷ്യമായിട്ടൊന്നും എനിക്കില്ല. പണ്ട് മുതലേ എന്നെ മാത്രം അച്ഛൻ അകറ്റി നിർത്തുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ആര്യം പറഞ്ഞു. ചേട്ടന്മാർ ചെയ്യുന്ന അതേ തെറ്റ് ഞാൻ ചെയ്താൽ എനിക്ക് മാത്രം കൂടുതൽ ശിക്ഷ അച്ഛൻ തരുമെന്നും പറഞ്ഞു. പക്ഷേ എന്തോ എനിക്കറിയില്ല അതിനെപ്പറ്റി. പല അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ആരും ഇങ്ങനെ കൂട്ടുകാരനോട് അന്നേരം പറഞ്ഞു. ഒന്നിലധികം മക്കളുണ്ടെങ്കിലേ അവർക്ക് സ്നേഹം പകത്തു കൊടുക്കണ്ടേ. പിന്നെ അതിൽ സ്നേഹക്കൂടുതൽ എന്തായാലും ഒരാൾക്കായിരിക്കും, കുറ്റം പറയാൻ ഒരാളുണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ, ചിലപ്പോൾ അതല്ല എൻ്റെ തോന്നലായിരിക്കും. നീ ഇതിന് എനിക്കൊരു വഴി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ആലോചിക്കാടാ. പിന്നെ മിഥുൻ്റെ കാര്യം എന്തായി? അവൻ്റെ താവളത്തിൽ 1-2 തവണ ഞാൻ പോയി ആലോചിച്ചു. അപ്പോൾ അവനവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അയ്യോ ഇതെന്നാ ദേ എടാ എൻ്റെ ആദ്യ ശമ്പളം അക്കൗണ്ടിൽ വന്നടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ എൻ്റെ ആദ്യ ശമ്പളം ആടാ ഇതെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. എൻ്റെ ശമ്പളം ബാക്കി വന്നടാ എന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷത്തോടെ കൂട്ടുകാരൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സന്തോഷിക്കാം. അങ്ങനെ ഇവരതും പറഞ്ഞങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ബാലൻ റോഡിലൂടെ നടന്നു വരുമ്പോഴാണ് ധർമ്മനും ആകാശും കൂടെ സ്കൂട്ടറിന് അതുവഴി വരുന്നത്. അപ്പോൾ ബാലനെ കണ്ടപ്പോഴത്തേക്കും വണ്ടി നിർത്തി അളിയതിന് എവിടെ പോയതാണെന്ന് ചോദിച്ചു. ഞാൻ ബാങ്കിൽ പോയിരുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങിയത്. അല്ല അച്ഛൻ സ്കൂട്ടർ കടയിൽ വെച്ചിട്ട് പോയത് എന്തിനാ? അപ്പോൾ ഇതെന്തൊരു പാടാടാ, ബാങ്ക് അടുത്തല്ലേ, ബാങ്കിൽ പലപ്പോഴും നടന്നല്ലേ ഞാൻ പോവാറ്. നിങ്ങളെന്താ ചോദ്യമൊക്കെ ചെയ്യുന്നത് പോലെ? അളിയ കടയിലേക്ക് വരുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ധർമ്മൻ അന്നേരം ചോദിച്ചു. എന്ത് പ്രശ്നം? 2 പിള്ളേരെ അച്ഛനെ വഴിയിൽ ആക്ഷേപിച്ചോ എന്ന് ആകാശ് ചോദിച്ചു. തല്ലാനൊക്കെ തുടങ്ങിയോ? നിങ്ങളെന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിച്ചും പേയും പറയാണോ എന്ന് ചോദിക്കുമ്പോൾ പിച്ചും പേയൊന്നും അല്ല, കടയിൽ വന്ന ഒരാൾ പറഞ്ഞതാ, അയാൾ കണ്ടില്ല, മറ്റാരോ പറഞ്ഞ് കേട്ടതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതെ അളിയനെ 2 പിള്ളേരെ ആക്ഷേപിച്ചു എന്നുള്ളത്. അളിയൻ പ്രതികരിച്ചില്ല എന്ന്. ബാലനൊന്നും മിണ്ടുന്നില്ല. ആര്യനെ ആനന്ദേട്ടനെ വിളിച്ച് അമ്മമാരെ കണ്ടുപിടിക്കാൻ പോവാ ഞങ്ങൾ എന്നിങ്ങനെ ആകാശ് പറയുമ്പോൾ ദേ കണ്ടോ, അന്ന് അലോഹിനെതിരെ ഇവന്മാർ ബഹളം ഉണ്ടാക്കാൻ പോക്കിയപ്പോൾ ഞാൻ തടയാൻ നോക്കി, ഇത് പക്ഷെ ഞാൻ അങ്ങനെ വിടില്ല എന്ന് ധർമ്മൻ അന്നേരം ബാലനോട് പറയുവാണേ.
അളിയനെ അങ്ങനെ അവഹേളിച്ചിട്ട് ഒരുത്തനും ഇവിടെ ഞെളിഞ്ഞ് ജീവിക്കേണ്ട വണ്ടിയോറാവെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മം പോകാൻ തുടങ്ങുമ്പോൾ നിൽക്കാൻ പറഞ്ഞു. ബാലൻ പിടിച്ച് നിർത്തി. എടാ നിനക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? അപ്പോൾ ഇവരിങ്ങനെ ബാലനെ തന്നെ നോക്കുക, കാര്യം എന്താണെന്ന് അറിയാനായിട്ട്. ആരും എന്നെ അവഹേളിച്ച അത്ര വിഷമമൊന്നും ഉണ്ടാക്കിയില്ലടാ എനിക്ക് ഇത് എന്നിങ്ങനെ നേരം പറഞ്ഞു. പിന്നെ അവനെ വഴിയിൽ വെച്ച് കണ്ട് ഞാൻ അവനോട് സംസാരിക്കാൻ ചെന്നപ്പോഴേ അവൻ പറഞ്ഞ വാക്കുകൾ അത്ര ഒന്നും മുറിപ്പെടുത്തിയില്ല എന്നെ. ഇത് അളിയാ ഇതേ അങ്ങനെ പറഞ്ഞ അളിയൻ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. ഒഴിഞ്ഞു മാറലോ? എന്തൊഴിഞ്ഞു മാറല്? ഞാനതിനെ ഒഴിഞ്ഞു മാറുന്നേ? ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കും. ഇതിനെപ്പറ്റി ആര്യൻ അറിഞ്ഞായിരുന്നെങ്കിൽ അവന്മാർക്ക് ടേണ്ടർ കൊടുത്തേനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നിൽക്കുന്നു. അങ്ങനെ അതും പറഞ്ഞ് ആര്യനോട് ഇത് പറയരുതെന്ന് പറഞ്ഞ് ബാലൻ ഇവരെ ഉപദേശിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.